ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കപ്പങ്ങയും വൻപയറും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഒരു കപ്പങ്ങയുടെ കാൽ ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് റെഡ് ലേഡി കപ്പങ്ങയാണ്. കപ്പങ്ങയുടെ ഉൾവശം പഴുത്തു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് റെഡ് ലേഡി ആയതുകൊണ്ട് ഇതിൻ്റെ നിറം അങ്ങനെയാണ്. ഇനി നമുക്ക് ഈ കപ്പങ്ങയുടെ തൊണ്ടെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പങ്ങ കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കറിയിലേക്കുള്ള വൻപയർ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചതാണ് കേട്ടോ. കറിയിലേക്കുള്ള അരപ്പിനായി 1 മുറി നാളികേരത്തിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളത്തോടു കൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കപ്പങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് പക്ഷെ ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഈ കപ്പങ്ങ കഷ്ണങ്ങളിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കപ്പങ്ങ കഷ്ണങ്ങളും വൻപയറും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പൊഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് കറിയിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കപ്പങ്ങയും വൻപയറും ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ. നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.